ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയിലും പിളർപ്പ്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിമതർ സ്പീക്കർക്ക് കത്ത് നൽകി. 6 വിമത എംപിമാരാണ് കത്ത് നൽകിയത്. അനുമതി നൽകരുതെന്ന് ഉദ്ധവ് വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം? അനിഷ, ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 9 ലോക്സഭാ എംപിമാരിൽ 6 പേരും ഇപ്പോൾ പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. 19-ാം തീയതി, അതായത് ശിവസേനയുടെ സ്ഥാപക ദിനത്തിൽ ഇവർ ഔദ്യോഗികമായിട്ട് തന്നെ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കറിയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ഇവർ കത്ത് നൽകിയിരിക്കുകയാണ്. സ്പീക്കർ ഈ കത്ത് അംഗീകരിക്കും എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ ഇവർ കത്ത് നൽകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെയായിരുന്നു നേരത്തെ സഞ്ജയ് റാവത്തിന്റെ നേതൃത്വത്തിൽ 3 എംപിമാർ എത്തുകയും സ്പീക്കറോട് ഒരു കാരണവശാലും പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ ഇവർ കത്ത് നൽകുകയാണെങ്കിൽ അത് അംഗീകരിക്കരുത് എന്നുള്ള ഒരു ആവശ്യം ഉയർത്തിയിരുന്നു. കാര്യം 1985-ലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എംപിമാർ മാത്രം അംഗീകരിച്ചാൽ പോരാ, പ്രത്യേക ബ്ലോക്കായിരുന്നാൽ പോരാ, അവർക്ക് 1/2 ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രം പോരാ, പാർട്ടി കൂടി അംഗീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ സമീപകാല ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈ 1/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ TMCക്ക് ശേഷം ഉണ്ടായ ഈ പിളർപ്പിനെയും സ്പീക്കർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നേരത്തെ മണ്ഡല പുനർനിർണയ ബില്ലടക്കം പാസ്സാകാൻ കഴിയാതിരുന്നത് NDAക്ക് 1/2 ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ TMCക്ക് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗവും പിളർത്തിയതോടുകൂടി NDAയുടെ ഭൂരിപക്ഷം 320 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്.